നേരത്തെ നെതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊരു അവസാനത്തിലേക്ക് എത്തുന്നു, വലിയൊരു സംഘർഷം അവസാനത്തിലേക്ക് എത്തുന്നു, ഒരു വംശഹത്യ എന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു വലിയ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് വീണ്ടും ഗസ സിറ്റിയിൽ പ്രത്യേകിച്ച് ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യം രംഗത്തെത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇസ്രായേലി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ഒരു ഭാഗത്ത് നിന്ന് ആളുകളെ മറുഭാഗത്തേക്ക് ഓടിച്ചു വിടുന്നതിനപ്പുറത്തേക്ക് ഗസ സിറ്റിയെ വളയുക എന്ന തരത്തിലേക്ക് ഒരു പുതിയ തന്ത്രം ഇസ്രായേലി സൈന്യം രൂപീകരിച്ചിരിക്കുന്നു. അതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഗസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആളുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഒഴിഞ്ഞു പോകാതെ ഇപ്പോഴും ഗസ സിറ്റിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ട്. അങ്ങനെ ഒഴിപ്പിച്ച് ഹമാസിന്റെ പോരാളികളും അല്ലെങ്കിൽ ഹമാസ് പ്രവർത്തകരുമായ ആളുകളെ മാത്രം അറ്റാക്ക് ചെയ്യുക എന്ന് അവരെ സമ്മർദ്ദത്തിലാക്കി ഒരു തീരുമാനത്തിലേക്ക് എത്തുക, അവരെ ഒരു തീരുമാനമെടുക്കാൻ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശമാണ് എന്ന് വേണം നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഇതിലൂടെ ഗസ സിറ്റി വളയുന്നതിലൂടെ ഇനി തെക്കൻ ഭാഗത്തേക്ക് റഫ ഉൾപ്പെടെയുള്ള അതിർത്തി ഭാഗത്തേക്ക് ആളുകൾക്ക് നീങ്ങണമെങ്കിൽ സൈന്യത്തിന് അനുമതി വേണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നു.